നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബാലരാമപുരം കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ റിമാൻഡിൽ. കൊല നടത്താനുള്ള കാരണത്തിൽ തുമ്പ് കിട്ടാതെ പോലീസ്. പ്രതിയുടെ മാനസിക പ്രശ്നം അന്വേഷണത്തിന് തടസ്സമെന്ന് റൂറൽ SP. കുടുംബത്തിന്റെ അന്ധവിശ്വാസത്തെക്കുറിച്ചും സൂചന കിട്ടിയില്ല. കസ്റ്റഡിയിലെടുത്ത ജോൾസിനെ ഉടൻ വിട്ടയക്കും. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടി അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന പരാതി ഞെട്ടിക്കുന്നതെന്ന് മന്ത്രി. സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ അനങ്ങിയില്ലെന്ന് കുടുംബം. നിഷേധിച്ച സ്കൂൾ മാനേജ്മെന്റ്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ആൺസുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു. മരണം ഒരാഴ്ച ജീവന് വേണ്ടി പോരാടിയ ശേഷം. കുണ്ടറയിൽ 11ഉം 13ഉം വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ച മുത്തച്ഛൻ 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി. സീറ്റ് ലഭിക്കാതിരുന്ന 7 MLA-മാർ രാജിവെച്ചു. പാർട്ടിയിൽ വിശ്വാസം നഷ്ടമായെന്ന് പ്രതികരണം. കൂട്ടരാജി. വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസംഗിച്ച് തളർന്നെന്ന സോണിയാഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി വിവാദം. അന്തസ്സിനെ മുറിവേൽപ്പിച്ചെന്ന് രാഷ്ട്രപതി ഭവൻ. മാപ്പ് പറയണമെന്ന് BJP. വാക്കുകൾ വളച്ചൊടിച്ചെന്ന് കോൺഗ്രസ്. രാജ്യത്തെ സാമ്പത്തിക വളർച്ച കുത്തനെ ഇടിഞ്ഞത് സ്ഥിരീകരിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 4 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ കേരളത്തിന് അഭിനന്ദനം. നാളത്തെ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. രഞ്ജി ട്രോഫിയിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. ബീഹാറിനെ പരാജയപ്പെടുത്തിയത് ഇന്നിംഗ്സിനും 169 റൺസിനും. നോക്കൌട്ട് റൗണ്ടിൽ കേരളം എത്തുന്നത് 6 വർഷത്തിന് ശേഷം. സന്തോഷം പങ്കുവച്ച ക്യാപ്റ്റൻ സച്ചിൻ ബേബി ന്യൂസ് 18നോട്. വിശദമായി നോക്കാം. ദുരൂഹത നീങ്ങാതെ ബാലരാമപുരം കൊലപാതകം. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മണിക്കൂറുകൾക്ക് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജോൾസിൻ ശംഖുമുഖം ദേവിദാസിനെ പോലീസ് വിട്ടയച്ചു. പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സംഭവം നടന്ന് 40 മണിക്കൂറാകുമ്പോഴും പ്രതി എന്തിന് കൃത്യം ചെയ്തുവെന്ന് പോലീസിന് വ്യക്തതയില്ല. പ്രതി ഹരിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് SP പറഞ്ഞു. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിന്റെ സഹായം ആവശ്യമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊല നടത്തിയത് ഹരി ആയിരിക്കില്ലെന്നും ഒരുപക്ഷെ കൃത്യം ചെയ്തെങ്കിൽ തന്നെ കുട്ടിയുടെ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ അറിവോടുകൂടിയായിരിക്കുമെന്ന് ആരോപണം ഒരു വശത്ത് ഉയരുന്നുണ്ട്. കേസിൽ ഇതുവരെ മറ്റാരെയും പ്രതി ചേർത്തിട്ടില്ല. പ്രതിയുടെയും കുട്ടിയുടെ അമ്മയുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ജോൽസിൻ ശംഖുമുഖം ദേവിദാസിനുമായി അമ്മ ശ്രീതു അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ കുട്ടിയുടെ മരണത്തിൽ ജോൽസിന്റെ പങ്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ കുട്ടിയുടെ മാതാവും ജോൽസിനും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. കുട്ടിയുടെ അമ്മ ഒരാഴ്ച മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തി 35 ലക്ഷം രൂപ ജോൽസിന് നൽകിയെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും തുക നൽകിയോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. അതിപ്പോ ഉണ്ടോന്നില്ലോ ഇപ്പൊ പറയാൻ ഈ അവസരത്തിൽ പറയാൻ ഓർത്തില്ല. അതില് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരൂഹമാണ് ദേവിദാസിന്റെ വീടിന് പരിസരത്തെ സാഹചര്യം. നിരന്തരം ഇവിടെ ആളുകൾ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി, പൂജാരത്നം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന പ്രദീപിന്റെ ജ്യോതിശാലയത്തിലേക്ക്, വീട് കൂടി ഉൾപ്പെടുന്ന ജ്യോതിശാലയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെയാണ് അയാളുടെ
ഈ ജ്യോതിശാലയം നിരവധി ആളുകൾ നേരത്തെയൊക്കെ വന്നു പോകുന്നു എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്ന ആ സ്ഥലമാണ്. അവിടെയാണ്, ഈ സ്ഥലത്താണ് ഇവിടെ ഈ ജ്യോതിശാലയവും വീടുമുള്ളത്. വീടുമായി ചേർന്ന് തന്നെയാണ് ജ്യോതിശാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ രാശിയൊക്കെ വ്യക്തമാക്കുന്ന രാശിയൊക്കെ വരച്ച് ഈ ബോർഡിൽ ഇവിടെ വച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അവിടെ നിന്ന് മാറിയാൽ ഈ ഹോമ കുണ്ടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ പൂജാ സ്ഥലങ്ങളൊക്കെ കാണാനാകും. ഇവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ട് പുറകിലാണ് ഇയാളിവിടെ വീടും അതുപോലെ തന്നെ ഈ ഹോമകുണ്ടവും ഒക്കെ ഉള്ളത്. ഉള്ളിലേക്കാണ് ഈ ആരാധന നടക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഇയാളുടെ ഹോമകുണ്ടത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോമകുണ്ടം ഇവിടെ രാത്രിയിൽ പകലുമൊക്കെ പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-17 വർഷമായി പ്രദീപ് ഇവിടെ താമസിക്കുന്ന ആളാണ്. നേരത്തെ ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഈ കരിക്കകത്ത് തന്നെയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം അതിനു മുമ്പ് മുട്ടക്കച്ചവടവും നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടിലേക്ക് വരാറുണ്ടോ? ഇവിടെ വരാറുണ്ട്. ഇതിനു മുമ്പ് ജോലിസിനാവുന്നതിന് മുമ്പ് വേറെ എന്തോ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എന്താണ് ഈ പ്രദീപിന്റെ ഈ കൊലപാതകത്തിലെ പങ്കെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് സമിതി കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ചും ശ്രീധുവിനും സഹോദരൻ ഹരികുമാറിനും ഒക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണോ ഈ കൊലപാതകമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ശ്രീധു കുറച്ച് ദിവസം മുമ്പ് തലമുണ്ടനം ചെയ്തു, അതും ഈ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രദീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. റാഗിംഗ് മരണമെന്ന പരാതിയിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു. സ്കൂളുകളിൽ സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തടയാനും സ്ഥാപനത്തിനെതിരെ അടക്കം ശക്തമായ നടപടിയെടുക്കാനും നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് 5 ദിവസമായി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയേക്കും. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺസുഹൃത്തിന്റെ അതിക്രൂരമർദ്ദനത്തിന് 19-കാരി ഇരയായത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് പെൺകുട്ടിയുടെ മരണം. 5 ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര CI KN മനോജ്. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പൊ ഇൻക്വസ്റ്റ് ആണ്, ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുത്തെ എല്ലാം മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ നടത്തുള്ളൂ. ഫ്രീസറിലോട്ട് മാറ്റും. ഫ്രീസറിൽ മാത്രം അത്രേ ഉള്ളൂ ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി 1 വർഷമായി സൌഹൃദത്തിലായിരുന്നു. മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കഴുത്തിൽ കുരുക്കിയ ഷോളും പോലീസ് കണ്ടെടുത്തു. വാക്കുതർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു, പിന്നീട് ശ്വാസം മുട്ടിച്ചു. ഇതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു.
പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു. താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ മുഖമമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത്. പെൺകുട്ടി മരിച്ചു എന്ന് കരുതി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയ ബന്ധുക്കളാണ് പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കുണ്ടറ പോക്സോ കേസിൽ പ്രതിയായ മുത്തച്ഛന് 3 ജീവപര്യന്തം ശിക്ഷ. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പീഡനത്തിന് പിന്നാലെ 11 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലാണ് വിധി. 2017 ജനുവരിയിലായിരുന്നു സംഭവം. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 11-കാരിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ അച്ഛനാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ കുട്ടിയുടെ അമ്മയുടെ അച്ഛനായ പ്രതി ശ്രമിച്ചിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ പിണങ്ങി വീട് വിട്ടതോടെ മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് 1 വർഷമായി പെൺകുട്ടിയെ മുത്തച്ഛൻ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് മുത്തച്ഛന്റെ കയ്യിൽ വിലങ്ങു വീണത്. പ്രതിയുടെ ഭാര്യയുടെ മൊഴിയാണ് അന്ന് കേസിൽ നിർണായകമായതെങ്കിലും കോടതിയിൽ വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു. കുട്ടിയുടെ സഹോദരി കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമായതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. എല്ലാ സാക്ഷികളും, കാരണം ഒരു കുട്ടി മരിച്ചുപോയി, പിന്നെ റിമൈനിങ് എന്ന് പറയുന്നത് സ്വന്തം സഹോദരിയാണ്. ആ സഹോദരി ഹോസ്റ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറി. പ്രതി അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ 161 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരും കൂറുമാറി. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആ സഹോദരി മജിസ്ട്രേറ്റിന് മുന്നിൽ 164 സ്റ്റേറ്റ്മെന്റ് അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ പറയുന്ന പ്രതി തന്നെയാണ് എന്നെയും എന്റെ സഹോദരിയും ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കുട്ടി മരിക്കുന്നതിന് മുൻപ് കടുത്ത ശാരീരിക പീഡനം നേരിടേണ്ടി വന്നതിന്റെ രേഖകൾ കോടതി പരിശോധിച്ചു. കുട്ടിയുടെ സഹോദരിയായ 13-കാരി രഹസ്യമൊഴി നൽകിയ ജഡ്ജിയെയും കേസിൽ വിസ്തരിച്ചതും നിർണായകമായി. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം മുനമ്പത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ലേബർ ക്യാമ്പിൽ താമസിച്ചവരാണ് അറസ്റ്റിലായത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഈ മാസം 15-ന് പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശി യുവതി തസ്ലിമ ബീഗം പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ 27 പേർ വ്യാജ ആധാർ രേഖകൾ ഉപയോഗിച്ച് എറണാകുളത്ത് താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. പിടിയിലായവർ 3 മാസം മുതൽ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ഇവർ ആധാർ കാർഡ് തരപ്പെടുത്തിയത്. കേരളത്തിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജോലി ചെയ്താൽ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതിയാണ് എത്തിയതെന്നാണ് പിടിയിലായ ബംഗ്ലാദേശികൾ പോലീസിന് നൽകിയ മൊഴി. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ വൻ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്
പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്തെ NCC ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിച്ചപ്പോഴാണ് ഈ നിർദ്ദേശം നൽകിയത്. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാന സർക്കാർ നേരത്തെ വിശദമാക്കിയിരുന്നു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ കുത്തനെ ഇടിവ്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% വളർച്ച കൈവരിച്ചത്. 4 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. മുൻ വർഷങ്ങളിൽ 8% വരെ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്കാണ് കുത്തനെ ഇടിഞ്ഞത്. വരുന്ന സാമ്പത്തിക വർഷം രാജ്യം 6.8% വരെ വളർച്ച നേടുമെന്നും പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പ് നിരക്ക് 4.6% കുറയ്ക്കാനായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യം അതിവേഗം വികസന പാതയിലൂടെ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. ലക്ഷ്യം വികസിത ഭാരതം. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा. हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं. रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म. राज्य और केंद्र सरकार ने मिलकर के परफॉर्म करना होता है. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ തീരുമാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായി പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है. प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है. इसके लिए 5,36,000 करोड़ रुपया खर्च किए जाने की योजना है. ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്ന് സ്വീകരിച്ചു. प्रक्रिया इस देश की संवैधानिक व्यवस्था और ये देखिए राष्ट्रपति का स्वागत करने के लिए प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति जगदीप धनखड़. 2 ഘട്ടങ്ങളായി ഏപ്രിൽ 4 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആദായ നികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുത്തൽ ഉണ്ടാകുമോ എന്നതാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടാകും. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനുമിടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്.
ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വൻ പ്രതീക്ഷകളോടുകൂടിയാണ് കേന്ദ്ര ബജറ്റിന് ഇത്തവണ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ ദീർഘകാലമായ നിരവധി ആവശ്യങ്ങളും ഇത്തവണ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. കേന്ദ്രം നിരന്തരമായി അവഗണിക്കുന്നുവെന്ന പരാതിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ വിശദമായ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കി നൽകി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, GST നഷ്ടപരിഹാര പ്രതിസന്ധി, കടമെടുപ്പ് പരിധി കുറച്ചത്, ഇതെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രത്യേക സഹായമെന്ന ആവശ്യം നീളുകയാണ്. 2,000 കോടിയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനുബന്ധ വികസനത്തിനായി 5,000 കോടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം നിലവിൽ വായ്പയായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം ഗ്രാന്റായി നൽകണം. റെയിൽ റോഡ് രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിൽവർ ലൈനിൽ പച്ചക്കൊടി കാട്ടുമെന്ന സൂചന കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമോ? അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചങ്കോട്, തലശ്ശേരി മൈസൂർ എന്നീ പാതകൾക്ക് പരിഗണന കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ടാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തണം. ഉപാധിരഹിതമായി 3.5% പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് പുറമെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, ശബരിമലയ്ക്ക് പ്രത്യേക പദ്ധതി എന്നിവയെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് കഷ്ടമെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പരാമർശം വിവാദത്തിൽ. രാഷ്ട്രപതിയുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമെന്ന് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചു. മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടപ്പോൾ വാക്കുകൾ വളച്ചൊടിച്ചെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന് പുറത്തുവച്ച് മാധ്യമങ്ങളുടെ ചോദ്യം. പ്രസംഗത്തിന്റെ അവസാനമായപ്പോഴേക്കും രാഷ്ട്രപതി വല്ലാതെ തളർന്നിരുന്നു. അവർക്ക് സംസാരിക്കാൻ പ്രയാസമായിരുന്നു. കഷ്ടം, ഇതായിരുന്നു സോണിയാഗാന്ധിയുടെ മറുപടി. സോണിയാഗാന്ധിയുടേത് അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമെന്നും അംഗീകരിക്കാൻ ആവില്ലെന്നും രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്ന് BJP ആരോപണം. ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു സ്ത്രീ രാഷ്ട്രപതിയായത് അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്സിന്റെ തെളിവാണിതെന്നും BJP. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യം. जिस प्रकार के शब्दावली कांग्रेस और उनके इंडिया अलायंस के गठबंधन के नेता माननीय राष्ट्रपति द्रौपदी मुर्मू जी के लिए बार बार इस्तेमाल करते हैं, वो निंदनीय है. अब उनका अपमान हमारे राष्ट्रपति जी का कांग्रेस नेताओं के प्रति जो भावना हमारे आदिवासी भाई बहनों के लिए है उसको दर्शाती है. നീണ്ട പ്രസംഗം വായിച്ച് രാഷ്ട്രപതി ക്ഷീണിതയായെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞതെന്നും വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും പ്രിയങ്ക ഗാന്ധി MP. My mother is a 78-year-old lady. She simply said that the president must have been tired reading such a long speech. Poor thing. I don't think she fully respects. In fact, she has the utmost respect for her. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now, and it's pretty clear that she means no disrespect. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പരാമർശമെന്ന് കോൺഗ്രസും അതല്ല രാഷ്ട്രപതിയെ അപമാനിക്കുന്നെന്ന് BJPയും വാദിക്കുന്ന ഈ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്നുറപ്പ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായി വെന്റിലേറ്ററിലായിരുന്ന ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു. പെൺകുട്ടി നേരിട്ടത് ലൈംഗികാതിക്രമവും മർദ്ദനവും. പോസ്റ്റ്മോർട്ടം നാളെ. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം.
ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജോത്സ്യനെ ചോദ്യം ചെയ്തു. കരിക്കകം സ്വദേശിയായ പ്രദീപ് എന്ന ശംഖുമുഖം ദേവിദാസിനെയാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. ശ്രീതുവും ഹരികുമാറും ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് ദേവിദാസന്റെ ഭാര്യ ഉഷ. വീട്ടിൽ മന്ത്രവാദം നടക്കുന്നില്ല, ജ്യോതിഷം മാത്രമാണ് പഠിപ്പിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ ദേവിദാസന് ബന്ധമില്ല. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് കേസാണെന്ന് പറഞ്ഞാണ് ദേവിദാസനെ പോലീസ് കൊണ്ടുപോയതെന്നും ഉഷ. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തിയാക്കിയിട്ടില്ലെന്ന് SP സുദർശനൻ. അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തി SP. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുൻവൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും. പ്രതി ഹരികുമാറും 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവും തല മുണ്ടനം ചെയ്തത് ജോത്സ്യന്റെ നിർദ്ദേശത്തെ തുടർന്നെന്ന് വിവരം. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദമായ അന്വേഷണമുണ്ടാകും. ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസം പ്രതി ഹരികുമാറിനെ കണ്ടിരുന്നുവെന്നും സംശയകരമായി ഒന്നും തോന്നിയില്ലെന്നും അയൽവാസി. കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും അയൽവാസി. എറണാകുളത്ത് സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. റാഗിങ്ങിനെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന അമ്മയുടെ പരാതിയിലാണ് അന്വേഷണം. സഹപാഠികളുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കും. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരി. ഡൽഹിയിൽ പോരാട്ടച്ചൂട് അവസാന ലാപ്പിൽ. ഡൽഹിയിൽ 7 AAP MLAമാർ രാജിവെച്ചു. സീറ്റ് നിഷേധിക്കപ്പെട്ടവരാണ് രാജിവെച്ചത്. പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് രാജിവെച്ച MLAമാർ പറഞ്ഞു. വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് MLAമാരുടെ രാജി. വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് 7 ആം ആദ്മി പാർട്ടി MLAമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്, പാർട്ടി വിട്ടിരിക്കുന്നു. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് തിരിച്ചടി തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ചയാക്കാൻ പ്രത്യേകിച്ച് BJPയും ഒക്കെ തന്നെ ആയുധമാക്കിയേക്കും. ഏതായാലും 7 പേർ, ഈ രാജിവെച്ച 7 പേരും ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് അവർ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തവണ വലിയ തോതിലുള്ള ആം ആദ്മി പാർട്ടി ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തവണ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 20 MLAമാർക്ക് ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല. പല MLAമാരെയും ഇത്തവണ മാറ്റി പരീക്ഷിച്ചു. പ്രത്യേകിച്ച് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ ഇത്തവണ മണ്ഡലം മാറ്റി പരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും രാജിവെച്ച MLAമാർ: 1 നരേഷ് യാദവ് മെഹ്റോളിൽ നിന്നുള്ള MLA ആണ്. 2 രോഹിത് കുമാർ ത്രിലോക്പുരിയിൽ നിന്നുള്ള MLA ആണ്. 3 രാജേഷ് ഋഷി ജനക്പുരിയിൽ നിന്നുള്ള MLA ആണ്. മദൻലാൽ കസ്തൂർബ നഗറിൽ നിന്നാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പവൻ ശർമ്മ ആദർശ് നഗറിന്റെ പ്രതിനിധിയായിരുന്നു. ഭാവനഗൌഡ് പാലത്ത് നിന്നുള്ള ജനപ്രതിനിധിയാണ്. BS ജൂൺ ബിജ്വാസൻ എന്നുള്ള MLA ആണ്. ഇങ്ങനെ 7 പേരാണ് രാജിവെച്ചിരിക്കുന്നതിൽ പാലം MLA ഭാവനഗൌഡ് കെജ്രിവാൾ നൽകിയിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വലിയ നിരാശയുണ്ട്. തങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നരേഷ് യാദവ് ആകട്ടെ ഇത്തവണ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മതനിന്ദയുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് കോടതി 2 വർഷത്തേക്ക് നരേഷ് യാദവിനെ ശിക്ഷിച്ചു. ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അവിടെ മഹേന്ദ്ര ചൌധരിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഏതായാലും നരേഷ് യാദവും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അഴിമതിക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ നേതാക്കൾ തന്നെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ട്. അതാണ് നരേഷ് യാദവ് ഏതായാലും ചൂണ്ടിക്കാണിക്കുന്നത്, വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ MLAമാരുടെ രാജി BJPയും കോൺഗ്രസും അടുത്ത ദിവസങ്ങളിൽ പ്രചാരണ വിഷയമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഡൽഹി രാഷ്ട്രീയം വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ കലങ്ങിമറിയുകയാണ്. പുതിയ വിവാദങ്ങൾ, പുതിയ വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും സിസോദിയ പ്രതികരിച്ചു. ജഗ്പുര മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ സിസോദിയയുടെ പോരാട്ടം. 2013 കന്നി അംഗത്തിൽ ജയം 11,000 വോട്ടിന്. 2015 ഭൂരിപക്ഷം 28,000 കടന്നു. 2020 ആം ആദ്മി പാർട്ടി വമ്പൻ ജയം നേടിയെങ്കിലും മനീഷ് സിസോദിയുടെ ഭൂരിപക്ഷം 3,207 വോട്ടുകൾക്ക് ഒതുങ്ങി.
3 തവണ നിയമസഭയിലെത്തിച്ച പട്പട്ഗഞ്ചിൽ നിന്ന് മാറി ജംഗ്പുരയിൽ നിന്നാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമന്റെ പോരാട്ടം. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനീഷ് സിസോദിയ അടക്കമുള്ള MLA-മാരെ മണ്ഡലം മാറ്റിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പരീക്ഷണം. ജംഗ്പുരയിൽ പ്രചാരണ തിരക്കിനിടെ ന്യൂസ് 18-നുമായി സിസോദിയ പ്രതീക്ഷ പങ്കുവച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി തുടർഭരണം നേടും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകും. ഇത്തവണ മത്സരിക്കുന്നത് ജംഗ്പൂരിലാണ്. അദ്ദേഹത്തോട് തന്നെ പ്രതീക്ഷകൾ ചോദിക്കാം. नहीं, इस बार भी बहुत कंफर्टेबल गवर्नमेंट बनेगी और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीवन जीने में जो आसानियां लाई हैं, उनकी तरक्की के लिए जो स्कूल अस्पताल का काम किया है उसके लिए निश्चित रूप से आम आदमी पार्टी को वोट दे रहे हैं. आज अगर विकास की कोई राजनीति की बात करता है तो सारी पार्टियां, विकास पे काम करने वाली पार्टियां उसके साथ खड़ी होती हैं. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാകും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകുകയെന്നും സിസോദിയ. जनता जब देती है तो छप्पर फाड़ के देती है. പട്പട്ഗഞ്ചിനേക്കാൾ സുരക്ഷിത മണ്ഡലമായാണ് ജംഗ്പുരയെ ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നെഹ്റു നഗർ, നിസാമുദ്ദീൻ ബസ്തി, ദരിയാഗഞ്ച്, സൺലൈറ്റ് കോളനി തുടങ്ങിയ പ്രദേശങ്ങളുള്ള മണ്ഡലത്തിൽ വ്യക്തമായ മാർജിനിൽ ജയം ആം ആദ്മി പാർട്ടിയും സിസോദിയയും കണക്കുകൂട്ടുന്നു. 16,063 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രവീൺ കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം ഇത്തവണ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം PR രാഗേഷ്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണെങ്കിലും പഞ്ചാബ് മന്ത്രിമാർ ഒന്നടങ്കം രാജ്യതലസ്ഥാനത്തുണ്ട്. ഡൽഹിക്ക് പുറമെ ആം ആദ്മി ഭരണമുള്ള സംസ്ഥാനം പഞ്ചാബ് ആയത് മാത്രമല്ല ഇതിന് കാരണം. ഡൽഹിയിലേത് ആം ആദ്മി പാർട്ടിയുടെ ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ഡൽഹിയിലെ പഞ്ചാബി വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പഞ്ചാബിലെ മന്ത്രിപ്പട ഡൽഹിയിലുണ്ട്. ലക്ഷ്യം ഒന്നു മാത്രം, തുടർഭരണം ഉറപ്പിക്കൽ. മന്ത്രിമാർ മാത്രമല്ല, MLA-മാർ, MP-മാർ, പാർട്ടി കൌൺസിലർമാർ, മറ്റു നേതാക്കൾ തുടങ്ങി 300-ലധികം പേരുടെ വമ്പൻ പട. ഡൽഹി സർക്കാർ നിറവേറ്റിയ വാഗ്ദാനങ്ങളായ സൗജന്യ വൈദ്യുതിയും മൊഹല്ല ക്ലിനിക്കുകളും തൊഴിലവസരം സൃഷ്ടിച്ചതുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇങ്ങനെ പഞ്ചാബ് നേതാക്കൾ ഒന്നടങ്കം ഡൽഹി കേന്ദ്രീകരിക്കാൻ കാരണമുണ്ട്. ഡൽഹി വോട്ടർമാരിൽ 22% പഞ്ചാബ് വേരുള്ളവരാണ്. ഇവരിൽ 10% പഞ്ചാബി ഖത്രികളും 5% സിഖ് വോട്ടർമാരുമാണ്. രജൌരി ഗാർഡൻ, രാജേന്ദ്ര നഗർ, തിലക് നഗർ, ജനക്പുരി, മോത്തി നഗർ, ഗ്രേറ്റർ കൈലാഷ്, കരോൾ ബാഗ് തുടങ്ങി 13 മണ്ഡലങ്ങളിൽ പഞ്ചാബി വോട്ടുകൾ ജയപരാജയം നിർണയിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുരയിലും സിഖ് വോട്ടുകൾ നിർണായകം. പ്രചാരണ യോഗങ്ങളിലെ താരങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും രാജ്യസഭാ MP-യും മുൻ ക്രിക്കറ്റ് താരവുമായ ഹർഭജൻ സിംഗുമാണ്. തന്റെ പതിവ് ശൈലിയിൽ തമാശ പറഞ്ഞ് ഭഗവന്ത് മാൻ വോട്ടർമാരെ കയ്യിലെടുക്കുന്നു. ये कहानी तो आप लिख चुके हैं, बस 5 तारीख को फॉर्मेलिटी बाकी है. हमारे लिए तो हमारा छोटा भाई भी है, छोटा बेटा भी है, कोई कहता हमारा बड़ा भाई है, कोई कहता बेटे की समान है, वो है अरविंद केजरीवाल. आप बेफिक्र हो जाइए. तो साहब ने पूछा किसने किया ये काम? बोले जी मनीष सिसोदिया ने. चलो उठा के जेल में फेंक दो. ये सबको डायरेक्शन कौन देता है? अरविंद केजरीवाल. संकट के समय आप लोगों ने जो जोश दिखाया और जो एकता दिखाई, പഞ്ചാബിലുള്ളവർ കുടുംബാംഗങ്ങൾ എന്നായിരുന്നു തിലക് നഗറിലെ ആം ആദ്മി സ്ഥാനാർത്ഥി ജർനൈൽ സിംഗിന്റെ പ്രതികരണം. काम किया तो मैं वोट दूं, अगर हमने गवर्नमेंट स्कूल अच्छे बनाए तो मैं वोट दूं, अगर हमने हेल्थ केयर सिस्टम स्ट्रॉन्ग किया तो मैं वोट दूं, हमने बिजली के बिलों से आपको राहत दी है तो मैं वोट दूं. हम इकलौती पार्टी है, वी आर द सिंगल पार्टी जो काम के दम पर वोट मांगती है. डियर फैमिली, जब पंजाब में इलेक्शन होता है तो आम आदमी पार्टी, दिल्ली वाले भी वहाँ जाते हैं और हर पार्टी के हर स्टेट से लोग आते हैं. तो ये तो परिवार है. जब परिवार में कोई प्रोग्राम होता है तो आपस में इधर उधर रिलेटिव आते जाते हैं. പഞ്ചാബിൽ നിന്നുള്ള നേതാക്കളെ ഇറക്കി ആം ആദ്മി വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് മോശം ഭരണമാണെന്നാരോപിച്ച് BJP-യും പ്രചാരണ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ കറങ്ങി നടക്കുകയാണെന്നും ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമുള്ള BJP നേതാവ്
പർവേഷ് വർമ്മയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട്. ഡൽഹി ജനസംഖ്യയിൽ 20%-ലധികം പഞ്ചാബി വോട്ടർമാരാണ്. ഇതിൽ 13 മണ്ഡലങ്ങൾ അതിനിർണായകം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബി വോട്ടർമാരെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കുന്നത്. ജംഗ്പൂരിൽ നിന്നും ക്യാമറമാൻ KP ദിനേശിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. പ്രയാഗ്രാജിലെ കുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോൾ നിരോധിച്ചു. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് VIP പ്രോട്ടോകോൾ നിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അറിയിച്ചത് ഇക്കാര്യം. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ഫെബ്രുവരി 3, 12, 26 തീയതികളിലാണ് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിപ്പ്. സ്വർണ്ണവില കുതിക്കുന്നു. പവന് 960 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ പവന്റെ വില 61,840 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിന് പവൻ വില 1,00,000 കടന്നു. സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ഗ്രാമിന് 120 രൂപ കൂടി 7,730 രൂപയിലെത്തി. പവന് 960 രൂപ കൂടി 61,840 രൂപയായി. ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് സമീപ ദിവസങ്ങളിൽ ആദ്യമാണ്. കഴിഞ്ഞയാഴ്ചയാണ് പവൻ വില 60,000 കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. 30 ദിവസത്തിനിടെ 3,600 രൂപയാണ് കൂടിയത്. 18 ഗ്രാം സ്വർണത്തിന്റെ വില 50,000 രൂപ കടന്നു. 2024 ജനുവരി 29-ന് 18 ഗ്രാം സ്വർണം പവന് 38,240 രൂപയും ഗ്രാമിന് 4,780 രൂപയുമായിരുന്നു. ഇതാണിപ്പോൾ ഗ്രാമിന് 6,275 രൂപയിലും പവന് 50,200 രൂപയിലും എത്തിയത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ബീഹാറിനെ തകർത്ത് കേരളം രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ. ഇന്നിംഗ്സിനും 169 റൺസിനുമായാണ് കേരളം ജയിച്ചത്. 2018-ന് ശേഷം ആദ്യമായാണ് കേരളം നോക്കൌട്ട് റൌണ്ടിലെത്തുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ സൽമാൻ നിസാറാണ് മാൻ ഓഫ് ദി മാച്ച്. വിജയത്തിൽ സന്തോഷം പങ്കുവച്ച കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി ന്യൂസ് 18 പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രഞ്ജി ട്രോഫിയിൽ വീണ്ടും കേരളം ചരിത്രം രചിക്കുകയാണ്. ക്വാർട്ടറിലേക്ക് കടക്കുന്നു കേരളം. സച്ചിൻ ബേബി കേരളത്തെ നായകൻ നമുക്കൊപ്പം ചെയ്തു. സച്ചിൻ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് ഒരു ഫീൽ? വളരെ സന്തോഷം. ലൈക്ക് ഒരു 4-5 ഇയേഴ്സിന് ശേഷമാണ് നമ്മുടെ കേരള ടീം ഒരു ക്വാർട്ടർ ഫൈനലിലോട്ട് എത്തുന്നത്. ഇപ്പൊ ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ കളിച്ചപ്പോൾ നമ്മളൊരു സെമി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു തവണ എന്തായാലും നമ്മുടെ ഹോപ്സ് ഹൈ ആണ്. സോ ഇതുവരെ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ കളിച്ചിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ നോക്കും. ഈ ഒരു മാച്ച് വളരെ ഈസി ആയിട്ട് ജയിച്ചു തോന്നുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത? ഈസി ആയിട്ടല്ല, എവറി ഗെയിം നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് നമ്മൾ കളി ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് വെച്ചാൽ നമുക്കൊരു ബോണസ് പോയിന്റ് കിട്ടി. ഈ സീസണിൽ ആദ്യത്തെ നമ്മുടെ തേർഡ് വിന്നാണ് ഈ സീസണിൽ നമ്മുടെ 7 മാച്ചസിൽ. സോ ആ ഒരു വിക്ടറി നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചാമ്പ്യൻസ് ആവാനും ചാൻസ് ഉണ്ട്, ഫസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. സോ വെരി ഹാപ്പി വിത്ത് ദ വിക്ടറി. കഴിഞ്ഞ മാച്ച് കുറച്ച് ടഫായിരുന്നു. ഞാൻ ഈ ടഫും ഈസി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ പ്രേക്ഷകരുടെ കൂടെ കളി കാണുന്ന ആളുടെ കൂടെ പറയാണ്. കഴിഞ്ഞ കുറച്ചും കൂടി ടഫായിരുന്നു, എങ്കിലും ഒരു ഡ്രോ പിടിക്കാൻ പറ്റി. കാരണം നമ്മള് ഇതുവരെയുള്ള എല്ലാ 7 മാച്ചിലും നമ്മള് ഒരു മാച്ച് നമ്മൾ തോറ്റിട്ടില്ല, ഒരു മാച്ച് നമ്മൾ ലീഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ടീമിന്റെ വലിയൊരു വോളിയമാണ് നമ്മൾ എല്ലാ ടീംസിനും നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് മാച്ച് ആണെങ്കിലും നല്ലൊരു MP ഒരു രഞ്ജി ട്രോഫി ചാമ്പ്യൻ സൈഡാണ്. അവരുടെ ഫുൾ ടീമായിട്ടാണ് നമ്മൾ കളിച്ചത്. അവർ നമ്മൾ ലീഡ് അടിച്ചു, പ്ലസ് നമുക്ക് ആ കളി സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു നമ്മുടെ ഈ ഒരു 28 പോയിന്റ്സിൽ. സോ ഇനിയും ഓരോ സ്റ്റെപ്പ് വഴി കയറാനുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നിതീഷ് നന്നായിട്ട് കളിച്ചു, സൽമാൻ കളിച്ചു. ഇപ്പൊ വീണ്ടും സൽമാൻ സെഞ്ചുറി അടിക്കുന്നു. ജലജാണ് ഈ മാച്ചിൽ ബൗളിംഗ് സൈഡിൽ വന്നത്. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അല്ല, എവറി ഗെയിംസ് നമുക്ക് എന്തായാലും ഒരു 3-4 ഹീറോസ് നമ്മൾ എല്ലാ മാച്ചിലും തൊട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് തൊട്ട് എല്ലാ മാച്ചിലും ഉണ്ട്. അപ്പം ഈ ഒരു 2 മാച്ചിൽ ജലജ് കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സൽമാൻ ഈ വർഷം നല്ലൊരു ഫോമിൽ വരുന്നു. എവറി പ്ലെയർ ഷോനും ഒരു ഹാൻഡി നോക്ക് കളിക്കുന്നു. അപ്പൊ നമുക്ക് ആൾക്കാർ ലൈക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്ത ഹോപ്പ് എന്താണ്? ഇനി അടുത്ത മാച്ച് നോക്കൌട്ടാണ്, ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ആരാണ് എതിരാളികളിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കാറായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മൾ അവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ, ജമ്മു കാശ്മീർ ആൻഡ് ബറോഡ. അപ്പൊ ആ ടീമിൽ ഒരു ടീമായിരിക്കും. ഏതായാലും ക്വാർട്ടറും ജയിക്കട്ടെ, സെമിയും ജയിക്കട്ടെ, തവണ ചാമ്പ്യന്മാരാകട്ടെ. വളരെ മനോഹരമായ ഒരു സീസൺ സച്ചിനുമാണ്. സച്ചിൻ ഈ മാച്ചിൽ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സച്ചിൻ അതിമനോഹരമായി കേരളത്തിന്റെ എക്കാലത്തെ ഒരു ലെജൻഡറി താരമായി, ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സച്ചിനാണ് കേരളം നയിക്കുന്നത്. കേരള ടീമിന് എല്ലാവിധ ആശംസകളും.
അമേരിക്കയിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും ജീവനോടെയില്ലെന്ന് സ്ഥിരീകരണം. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും സൈനിക ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. 40 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പോട്ടോമാക് നദിയിൽ പരിശോധന തുടരും. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. സൈനിക ഹെലികോപ്റ്റർ അനുവദിച്ചതിലും ഉയരത്തിലാണ് പറന്നിരുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത സ്വന്തമാക്കിയത്. സുനിത വില്യംസും ബച്ച് വിൽമോറും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. 8 ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം 8 മാസം പിന്നിടുമ്പോൾ പുതിയൊരു റെക്കോർഡിലേക്ക് നടന്നു കയറി സുനിത വില്യംസ്. 9 തവണയായി 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു എന്ന നേട്ടം ഇനി സുനിതയ്ക്ക് സ്വന്തം. തിരുത്തി കുറിച്ചത് 2017 ബഹിരാകാശ യാത്രികൻ പെഗ്ഗി വിറ്റ്സൺ കുറിച്ച ചരിത്രം. 10 തവണയായി പെഗ്ഗി 60 മണിക്കൂർ 21 മിനിറ്റാണ് ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നിലയത്തിലെ തകരാറായ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഇരുവരും വിജയകരമായി നീക്കി. നേരത്തെ 2 തവണ ശ്രമിച്ചിട്ടും ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. സുനിതയെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കിയെത്തിക്കാൻ ഇലോൺ മസ്കിനോട് കഴിഞ്ഞ ദിവസം ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ദൗത്യം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിട്ടതോടെയാണ് 8 ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം നീണ്ടുപോയത്. ബഹിരാകാശത്ത് കുടുങ്ങിയെന്ന് ലോകം പറയുമ്പോഴും ഇല്ലെന്നായിരുന്നു നാസയുടെ വിശദീകരണം. ഇത് ഒരുപാട് ചർച്ചകൾക്കും വഴിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.